നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വാട്സപ്പിന്റെ വളരെ ചെറിയൊരു അപ്ഡേഷനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചെറുതാണെങ്കിലും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു അപ്ഡേഷനാണ്. വളരെ യൂസ്ഫുൾ ആയ ഒരു അപ്ഡേഷൻ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വാട്സപ്പിന്റെ അപ്ഡേഷൻ എന്താണെന്നും അതെങ്ങനെയാണെന്നുള്ളത് വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കൂടാതെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കളും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കാതിരിക്കുക. അപ്പോൾ അപ്ഡേഷൻ എന്താണെന്നുള്ളത് നമുക്ക് കാണാം. ഞാനിപ്പോൾ എൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നോർമലായിട്ടുള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നത്. താഴെ നിന്ന് നോക്കിയാൽ കാണാം ചാറ്റ്സ്, അപ്ഡേറ്റ്സ്, കമ്മ്യൂണിറ്റീസ്, കോൾസ് എന്നിങ്ങനെ നോർമലായിട്ടുള്ള ഇൻ്റർഫേസ് ആണ് കാണുന്നത്. ഇതിനകത്ത് ഞാൻ എൻ്റെ ഒരു കോൺടാക്റ്റ് സെലക്ട് ചെയ്യുന്നു. അവർ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഒന്ന് മുകളിലോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുന്നു. മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ താഴെ ഒരു ലവ് സിമ്പിളോട് കൂടിയിട്ട് ആഡ് ടു ഫേവറേറ്റ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഈ ആഡ് ടു ഫേവറേറ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ അപ്ഡേറ്റ് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിനെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ കോൺടാക്ട്സ് ഫേവറേറ്റിൽ എന്തായിട്ടുണ്ട്, ആഡ് ആയിട്ടുണ്ട്. നോക്കാം നമുക്കത് എവിടെയാണ് ഫേവറേറ്റ് എന്നുള്ളത് കിട്ടുന്നതെന്ന് നോക്കാം. കണ്ടില്ലേ, നിങ്ങൾ മുകളിൽ കണ്ടില്ലേ, മുമ്പ് നമുക്കുണ്ടായിരുന്നത് 3 ഓപ്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓള്, അൺറീഡ്, ഗ്രൂപ്പ്സ് എന്നിങ്ങനെ 3 എണ്ണമായിരുന്നു മുമ്പുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു ഫേവറേറ്റ്സ് എന്നുള്ളത് ഒന്ന് പുതുതായിട്ടൊന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ നേരത്തെ നമ്മൾ ആഡ് ചെയ്ത കോൺടാക്ട്സ് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നമുക്കിതിൻ്റെ അകത്ത് കോൺടാക്ട്സ് മാത്രമല്ല കേട്ടോ, നമുക്കിതിൻ്റെ അകത്ത് ഗ്രൂപ്പുകളും ഒക്കെ ഇതിൻ്റെ ഫേവറേറ്റിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കൊരു 2-3 ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് നോക്കാം. നമുക്ക് ആഡ് ചെയ്ത സംഭവങ്ങളും അതിനകത്തുണ്ടോ നോക്കാം. കണ്ടില്ലേ, ഇതിൻ്റെ അകത്ത് ഗ്രൂപ്പും ആഡ് ആയിട്ടുണ്ട്. ഇത് ഈ രീതിയിൽ മാത്രമല്ല, നമുക്ക് പ്രൊഫൈൽ ഓപ്പൺ ചെയ്യാതെയും നമുക്ക് ഈ ഫേവറേറ്റിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന കോൺടാക്ട്സ് ആഡ് ചെയ്യാൻ പറ്റുന്ന സംവിധാനമുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ അതും കൂടി ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വാട്സപ്പ് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അതിനകത്ത് ജസ്റ്റ് കോൾസിലേക്ക് വരിക. കോൾസിലേക്ക് വന്നു കഴിഞ്ഞാൽ മുകളിൽ കാണാൻ പറ്റും ആഡ് ടു ഫേവറേറ്റ്സ് എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റുന്നില്ലേ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട കോൺടാക്ട്സൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം എത്ര കോൺടാക്ട്സ് വേണോ, ആരെല്ലാമാണോ ഫേവറേറ്റ് ആഡ് ചെയ്യേണ്ടത് അവരെയൊക്കെ ഒന്ന് ടിക്ക് ചെയ്തതിന് ശേഷം താഴെ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരൊക്കെ ആഡ് ആവുന്നതാണ്. കണ്ടില്ലേ, ഇത്രയും കോൺടാക്ട്സ് ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. വാട്സപ്പിൽ മുമ്പ് നമുക്ക് ഇത്തരത്തിൽ ഫേവറേറ്റ് കോൺടാക്ട്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. മാക്സിമം നമുക്ക് ഒരു 3 കോൺടാക്ട്സ് മാത്രമാണ് അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഫേവറേറ്റ് എന്നുള്ളൊരു ടാബ് വന്നതോടുകൂടി ആ ഒരു പ്രശ്നം മാറി കിട്ടി. നമുക്ക് നമ്മുടെ കോൺടാക്ട്സിൽ ഒരുപാട് ഫേവറേറ്റുള്ള ആൾക്കാരുണ്ടാവാം. അവരൊക്കെ തപ്പി കണ്ടെത്തുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഫേവറേറ്റിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഒറ്റ ആക്സസ് തന്നെ അത് മുഴുവൻ കോൺടാക്ട്സ് നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ നമ്മളെ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. മാത്രമല്ല നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള പുതിയ അപ്ഡേറ്റിനായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ചാനൽ മറക്കാതെ ഫോളോ ചെയ്ത് വെക്കുക. ഓക്കെ, Hey there. Subscribe to my channel and also press this bell icon.